ഈ പുഴയുടെയും കായലിൻ്റെയൊക്കെ തീരത്ത് കിടക്കുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉറപ്പായും അവർ പറയും പുഴ മത്സ്യമാണ് എന്നുള്ളത്. അതിലേറ്റവും ഇഷ്ടം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് പുഴയിലെയും കായലിലെയൊക്കെ ഞണ്ടും ചെമ്മീനൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെയും ഫേവറേറ്റ് ഇത് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പുഴയിലും കായലിലൊക്കെ കിട്ടുന്ന ഈ ഞണ്ടിൻ്റെ 7 അയലക്കത്ത് വെക്കാൻ കൊള്ളില്ല കേട്ടോ, നമുക്കിവിടെ കിട്ടുന്നതൊന്നും. പിന്നെ പോകുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു കൊതിയും നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങുന്നത്. അതും വളരെ കുറച്ച് മാത്രമേ വാങ്ങാറുള്ളൂ. ഞാൻ ഇന്നലെ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് ഞണ്ട് വാങ്ങിച്ചായിരുന്നു. എന്നാൽ പിന്നെ നമുക്കത് ഒരുമിച്ച് കുക്ക് ചെയ്താലോ? ഞണ്ട് വാങ്ങിച്ചാൽ എനിക്ക് 2 ടൈപ്പിൽ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഒന്ന് വറുത്തരച്ച് വെക്കുന്നതും പിന്നെ ഒന്ന് നമ്മുടെ സാദാ റോസ്റ്റ് ചെയ്യുന്നതും. ഈ വറുത്തരച്ച് വെക്കാൻ എൻ്റെ അമ്മയെ വെല്ലാൻ ഇന്നേ വരെ ഞാൻ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഒരു ടേസ്റ്റ് ഞാൻ വെച്ചാലോട്ട് കിട്ടാറുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ റോസ്റ്റിംഗ് പരിപാടിയാണ്. അതാണ് എൻ്റെ ഏറ്റവും എളുപ്പമുള്ള കുക്കിങ്. അപ്പം ഞാൻ അതുകൂടെ കാണിച്ചു തരാവേ. പിന്നേതേ എൻ്റേത് ഒരു കുക്കിംഗ് വ്ലോഗും കുക്കിംഗ് ചാനലും ഒന്നും അല്ല കേട്ടോ. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞണ്ട് വാങ്ങിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. പിന്നെ തക്കാളിയും വെളുത്തുള്ളിയും നമ്മുടെ സവോളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ആദ്യം കാണിച്ച പോലെ സ്പൈസസ് ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ മല്ലിയും മുളകും ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയാണ്. അത് നിങ്ങളുടെ ഞണ്ടൊക്കെ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനത്ര ഉപയോഗിച്ചോളൂ കേട്ടോ. ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് നമ്മുടെ സ്പൈസസ് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന മസാലപ്പൊടിയാണ്. അത് ഫ്ലെയിം കുറച്ച് വെച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ആ മസാല ഒന്ന് മൂത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അതൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയായിരിക്കും. 5 മിനിറ്റ് പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ ആ മിക്സി കൂടെ കഴുകിയ വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൂട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്യുക. ഇതിൽ എളുപ്പത്തിലൊരു കറി ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇത് റോസ്റ്റായിട്ടും ഞണ്ട് കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഞാനിതിവിടെ ഒരു ഡ്രൈ പരുവത്തിലാണ് എടുക്കുന്നത്. കാരണം ഞങ്ങൾക്കിവിടെ ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ പരുവത്തിലാണ്. നിങ്ങൾ ബാച്ചിലേഴ്സ് കുറച്ചധികം പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിയായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞണ്ടിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഗ്രേവി മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്നത്. എന്നിട്ട് ഒരു തള വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഈ ഞണ്ടിൻ്റെ അകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി ആ ഒരു ഫ്ലേവറൊക്കെ ആ മസാലയ്ക്കകത്ത് വരും. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നാൽ തന്നെ നമുക്ക് കറി പാകമായി എന്നാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലോട് ചേർക്കുകയാണെങ്കിൽ ഗംഭീരമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ.